ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എമൻ സൊല്യൂഷൻ. ഇത് സാറാണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 അക്കൗണ്ടൻസിയിലെ ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ വർഷം പഠിക്കാൻ 8 ചാപ്റ്ററുകളാണുള്ളത്. +1 അക്കൗണ്ടൻസിലെ 8 ചാപ്റ്ററുകളാണ്. ആ ചാപ്റ്റേഴ്സിൻ്റെ പേരാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതായത് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ച് തിയറീസ് ഒക്കെ വരുന്ന ചാപ്റ്ററാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ വരുന്ന, അതുപോലെ തന്നെ പിന്നെ ബേസിക് ടേമുകളൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഒരു 4-5 ആ ഒരു വെയിറ്റേജ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് ഉണ്ടാവുക. റെഡി. ദെൻ നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടെയും തിയറീസ് തന്നെയാണ്. ആ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് തന്നെയാണ്. അപ്പം ഇവിടെ നമുക്കൊരു 3-4 മാർക്കോളം വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. ഇവിടെ കുറച്ച് നമുക്ക് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്മളെ കുറേ കൺസെപ്റ്റുകൾ, പ്രിൻസിപ്പിൾസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിലും പഠിക്കാനുള്ളത്. തിയറി തന്നെയാണ്, പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്ററുകളിലും തിയറീസ് ആണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. സെറ്റ്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്നുള്ള ചാപ്റ്ററാണ്. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലംസ്, ജേണൽ എൻട്രി എഴുതുക, അതുപോലെ തന്നെ ലെഡ്ജർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിടും നമ്മൾ. ഓക്കെ. അപ്പോൾ ജേണൽ എൻട്രീസിനെ കുറിച്ചൊക്കെ പഠിക്കുക. നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ട റൂളുകളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഈ 3rd ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ. വലിയ വെയിറ്റേജ് ഒക്കെ വരുന്ന ചാപ്റ്ററാണ്. കുറേ ക്വസ്റ്റ്യൻസ് ജേണൽ എൻട്രി എഴുതാൻ എന്തായാലും നമുക്ക് ഈ വർഷം ഉണ്ടാവും. ഓക്കെ. ദെൻ അതിൻ്റെ തൊട്ട് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ചാപ്റ്ററാണ് 4ാമത്തത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2. അതായത് ജേണൽ എൻട്രി പഠിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമുക്ക് ലെഡ്ജറും ജേണലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതാണ് ഇവിടെ വരുന്നത് 4ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, ഓരോ അക്കൗണ്ടുകളെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ. ക്യാഷ് ബുക്ക് പഠിക്കാറുണ്ട്, പെറ്റി ക്യാഷ് ബുക്ക് പഠിക്കാറുണ്ട്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ അക്കൗണ്ട്സ് നമുക്ക് 4ാമത്തെ ചാപ്റ്ററുകളിൽ പഠിക്കും. റെഡിയാണ്. യെസ്. അപ്പോൾ അതും നല്ല വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ് കേട്ടോ. പിന്നെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. യെസ്. നമ്മൾ തൊട്ട് മുൻപ് പഠിച്ച ചാപ്റ്ററായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അക്കൗണ്ടും കാര്യങ്ങളാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം അതാണ് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഒരു 5 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. ഓക്കെ. ദെൻ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുമ്പം കുറേ മിസ്റ്റേക്കൊക്കെ നമുക്ക് എന്തായാലും പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ പറ്റുന്ന പല മിസ്റ്റേക്കുകളും നമ്മൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നു, എങ്ങനെ നമുക്കത് തിരുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 6ാമത്തെ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. ഇവിടെ ഒരു 4-5 മാർക്ക് വെയിറ്റേജ് ഒക്കെ വരുന്ന ചാപ്റ്ററാണ്. ഓക്കെ. അടുത്തത് ഡിപ്രീസിയേഷൻ ആൻഡ് പ്രൊവിഷൻ ആൻഡ് റിസർവ് എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്റർ. ഇവിടെ നമുക്കത് ഒരു 5 മാർക്കോളം വെയിറ്റേജ് ഒക്കെ വരുന്നുണ്ട്. ഡിപ്രീസിയേഷൻ്റെയും പ്രൊവിഷൻ്റെ ഒക്കെ കുറച്ച് കാൽക്കുലേഷൻസും കാര്യങ്ങളും പല മെത്തേഡിലൂടെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് വലിയ ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ. ദെൻ ലാസ്റ്റ് നമ്മുടെ ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2. ഓക്കെ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് എന്നൊക്കെ മക്കൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ആ അക്കൗണ്ട്സ് ഒക്കെ പഠിക്കുന്ന നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഐറ്റമാണ് അല്ലേ. അത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ക്ലൈമാക്സിലാണ്, ലാസ്റ്റ് ചാപ്റ്ററിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ. അപ്പം ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 8 ചാപ്റ്ററുകൾ ഈ വർഷം. അപ്പോൾ ഇതോടെ നിങ്ങൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി തുടങ്ങും. മനസ്സിലാക്കിയല്ല, ഏകദേശം നിങ്ങൾ ഓക്കെ ആവും, സെറ്റ് ആവും. ഓക്കെ. ഇനി +2ലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. അപ്പം ഇത്രയും ചാപ്റ്ററുകൾ നമുക്ക് +1 അക്കൗണ്ടൻസിയിൽ പഠിക്കാനുണ്ട്. ഇത് സെറ്റായിട്ട് തന്നെ പഠിക്കണം, നല്ല രീതിക്ക് പഠിക്കണം. തിയറിയും വരുന്നുണ്ട്, പ്രോബ്ലംസും ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് തിങ്കളാഴ്ച മുതൽ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പം അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. +1 കൊമേഴ്സ്, നമ്മുടെ എം എസ് സൊല്യൂഷൻസിൻ്റെ +1 കൊമേഴ്സ് ബാച്ചിനോടൊപ്പം നമ്മുടെ ബാച്ചിലേക്ക് ഇപ്പം അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രീമിയം ബാച്ചും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബേസ് ബാച്ചും ഉണ്ടാവും. ഓക്കെ. യെസ്. അപ്പോൾ പ്രീമിയം ബാച്ചിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം, വേണ്ടതെല്ലാം ഇവിടെ ഉണ്ടാവും. ലൈവ് ക്ലാസ്സുകളാണെങ്കിലും റെക്കോർഡ് ക്ലാസ്സുകളാണെങ്കിലും ലെവൽ 1, 2, 3 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണെങ്കിലും പേഴ്സണൽ മെൻറ്റർഷിപ്പ് ആണെങ്കിലും മന്ത്ലി സ്റ്റഡി പ്ലാൻ ആണെങ്കിലും പിന്നെ അതുപോലെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും എല്ലാം നമ്മുടെ പ്രീമിയം ബാച്ചിൽ മക്കൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് നോട്ടും ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടാവും. ഓക്കെ. ഇനി നമ്മുടെ ബേസ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് ബേസ് ബാച്ച് നിങ്ങൾക്ക് ജസ്റ്റ് റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ചാപ്റ്റർ വൈസ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ 1 ഷോട്ട് ക്ലാസ്സുകളും എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും. പിന്നെ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ടുകളും മാത്രമുള്ള ബാച്ചാണ് നമ്മുടെ ബേസ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ബാച്ചുകളും മക്കൾക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പം +1 കൊമേഴ്സ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. നമ്മളെ എം എസ് സൊല്യൂഷൻസിൻ്റെ കൊമേഴ്സ് ബാച്ച്
ബാച്ചിനോടൊപ്പം. സോ ഒട്ടും ലേറ്റ് ആക്കണ്ട, ആ സ്ക്രീനിൽ കാണുക ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം. അതേ നിങ്ങൾക്ക് വേണ്ടി സാർ മുകളിൽ ഒന്നുകൂടെ നമ്പർ കൊടുക്കാം, 7902400800. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഇപ്പോൾ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് +1 കൊമേഴ്സ് പഠിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ബൈ.